G7 രാജ്യങ്ങളിൽ നിന്ന് 2014 റഷ്യയെ ഒഴിവാക്കിയത് ശരിയായില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനയെ G7 ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്നും ട്രംപ് പറഞ്ഞു. കാനഡയിൽ G7 ഉച്ചകോടിയിൽ കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻപ് G7 ആയിരുന്നില്ല, G8 ആയിരുന്നു. ബറാക് ഒബാമയും ജസ്റ്റിൻ ട്രൂഡോയും റഷ്യയെ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല. റഷ്യ ഇതിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ 4 വർഷം മുൻപ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു യുദ്ധമുണ്ടാകില്ലായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ റഷ്യയെ പുറത്താക്കി 1 വർഷത്തിനു ശേഷമാണ് ജസ്റ്റിൻ ട്രൂഡോ കനേഡിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വ്ളാഡിമിർ പുടിൻ ആഗോള ചർച്ചകളിൽ പങ്കാളിയായാൽ യുക്രൈനിലെ നിലവിലെ സംഘർഷം തടയാമായിരുന്നുവെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. പുടിൻ എന്നോട് സംസാരിക്കുന്നു, അദ്ദേഹം മറ്റാരോടും സംസാരിക്കുന്നില്ല. G8 നിന്ന് പുറത്തായപ്പോൾ വളരെയധികം അപമാനിതനായി അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം ആരോടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനായാലും നിങ്ങളായാലും മറ്റാരായാലും അതങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ചൈന G7 വരുന്നത് ഒരു മോശം ആശയമല്ലെന്നും ചൈന കടന്നുവരുന്നത് കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ തനിക്കതിൽ എതിർപ്പില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ G7 ഉച്ചകോടി അവസാനിക്കും മുൻപേ ട്രംപ് മടങ്ങി. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.